അപ്പൊ ജനീഷേ, ഇതാണ് ഇപ്പൊ ഞങ്ങളെ മീൻ വളർത്താനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നു പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങൾ സൈഡൊക്കെ കെട്ടി വെള്ളം നിറച്ചു. എത്ര മീൻ വേണ്ടി വരും ഇപ്പൊ ഇതില് ഏകദേശം? ഞങ്ങള് 500 പറഞ്ഞില്ലേ. ഞങ്ങൾ ആദ്യം ഈ ഏരിയ വിചാരിച്ചത്, ഇവര് ഈ ഏരിയ ഞാൻ നേരത്തെ വിചാരിച്ചത്. പക്ഷെ ഇത്രയും സ്ഥലം അവിടെ ഫ്രീ ആയി കണ്ടപ്പോ ഞങ്ങൾ അതുകൊണ്ട് എടുത്തതാണ്. ഏതായാലും മെനക്കെടല്ല. അപ്പൊ പരമാവധി കുറച്ചുകൂടെ എത്ര തന്നെ മീൻ ഇറക്കി തരുന്ന പറയാം. പിന്നെ ഇത് വെള്ളം നിറച്ചപ്പോ ഒരുപാട് ഏരിയ ഉണ്ടായി. അപ്പൊ ഇനി എത്ര മാണ്ടിട്ട് സുമാർ മീന്? എഞ്ചൊരു സുമാർ കണക്ക് വെച്ചാണ്ട് ഇപ്പൊ എത്രങ്ങാനും ഉണ്ട് ഏരിയ. എന്തായാലും ഇപ്പൊ 2000 മീനായാലും ഇപ്പൊ ഇറക്കിടേണ്ടി വരും. 2000 മീനോ? അത് വേണ്ടി വരും. എന്നാ തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെടും. അതെന്തൊരു വർത്താനാച്ച് പറയണേ. നിങ്ങള് നമ്മളൊരു ബിസിനസ് അല്ലടാ. ഒരു കൊല്ലത്തിനിടയ്ക്ക് 2-3 വളർത്താം. പിന്നെ പുതിയ പരിപാടി തുടങ്ങിയതാണ്. മീൻ പത്തൊന്ന് വേറെ പരിപാടി ഇല്ലല്ലോ. തിരുമറിക്കുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് മീനാക്കിക്കൊണ്ട 2000 മീനാക്കിക്കൊണ്ട പൈസ ഞങ്ങൾ ഇതിന്റെ വിളവെടുപ്പിന് കിട്ടുന്ന പറഞ്ഞ പോലെ നാളെ മീൻ ഇറക്കി തരിക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൈസ പറഞ്ഞ പോലെ ചെയ്യാം. എഗ്രിമെന്റ് വേണമെങ്കിൽ അത് ചെയ്യാം. എഗ്രിമെന്റ് എന്തായാലും വേണം. ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ ഡയലോഗുമാണ് നമ്മൾ നിർത്തുന്നത്. എന്തായാലും 4-5 വിളവെടുപ്പിനില്ല ഞങ്ങൾക്ക് ചെയ്യാണ്ടാവും. ഉറപ്പല്ലേ? എന്നാ പിന്നെ കച്ചവടം പുറത്തു പോകില്ല. അടുത്ത നമുക്ക് എന്താ തരും. അപ്പൊ പ്രിയമുള്ളവരെ, ഞങ്ങള് മീൻ വളർത്താൻ എല്ലാ സെറ്റപ്പും കൂടെ ചെയ്തു. ഷെയ്ഡ് കെട്ടി വെള്ളം നിറച്ചു. പിന്നെ മീൻ ഇറക്കി തരാൻ വേണ്ടിയിട്ട് ജനീസ് നാളെ അഗ്രിമെന്റ് ചെയ്തു. ഒക്കെ എല്ലാം സെറ്റപ്പ് ചെയ്തു. നാളെ ഓണം മീൻ ഇറക്കി തരും. അപ്പം വിളവെടുപ്പിന്റെ അന്ന് ഞങ്ങൾ അറിയിക്കും. അപ്പോഴൊക്കെ വരിക. എല്ലാവർക്കും മീനൊക്കെ ഞങ്ങൾ തരും. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. വേറൊരു ഉപകാരം ഇതിനെ കൊണ്ടില്ല. ആൾക്കാർ പച്ച കുടുങ്ങി പറഞ്ഞാൽ പറയാല്ല. ഓക്കെ.